രാധാമണി, എടി രാധാമണി. എന്തിനാടി കൊച്ചു കരയുന്നത്? പാല് കൊടുത്തില്ലേ? പാല് വാങ്ങിച്ചോണ്ടോ? കാശിതാ. വേറൊന്നും വേണ്ടേ? ആ ഒരു കുപ്പിയും എടുത്തു. എന്തിനാ, കള്ളു വാങ്ങാനോ? എന്റെ വീട്ടിലായിരുന്നപ്പോൾ കൊച്ചിന് നേരത്തിനും കാലത്തിനും മുട്ടയും പാലും ഒക്കെ കൊടുത്തോണ്ടിരുന്നതാ. എന്നാലേ അങ്ങോട്ട് പോരുതോ? ഉണ്ണി ബീഡിയും തീപ്പെട്ടിയും വാങ്ങിച്ചില്ലേ? എന്റെ കാശുണ്ടായിരുന്നില്ല. പിന്നെ ഇതൊക്കെ വാങ്ങിക്കാൻ എവിടുന്നാടോ കാശ്? ഇത് കടം വാങ്ങിയതാ. ബീഡി കടം കിട്ടൂലേ? ഇല്ല. ഓ, എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കിട്ടൂല. എല്ലാവരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. വേണ്ട, താങ്ക്സ്. അതുകൊണ്ടായി ശരീരം ക്ഷീണിക്കുന്നത്. തിന്നണം, നന്നായി തിന്നണം. എനിക്ക് ഈ കുഴലിന്റെ ഒന്നും ആവശ്യമില്ല. അത് ഉപയോഗിക്കാനാണല്ലോ തരുന്നത്. തരുന്നതെല്ലാം ഉപയോഗിക്കരുത്. നമുക്ക് പോകാം. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് അടുത്ത ഞായറാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട്. എന്ത് പ്രോഗ്രാം? ഒരു ഉത്സവ പ്രോഗ്രാം. കാണേണ്ടതാ. നന്ദിനി റെഡി ആയിരുന്നുള്ളൂ. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, മോഹൻകുമാറും സിസിരി ഒക്കെ ഉണ്ട്. നമുക്ക് പോകാം. എന്താ? Come on. ശരിയായോ? ബൈക്ക് കാലത്ത് ശരിയാവും. നമുക്ക് നാളെ പോകാം. അയ്യോ, വാർഡൻ വല്ലതും പറയും. നമുക്ക് ബസ്സിലെങ്കിലും പോകാമായിരുന്നു. അതിന് ബസ് വേണ്ടേ? ബോറടി മാറ്റാൻ വേണമെങ്കിൽ ഞാനൊന്ന് പാടാം. ഈറനായ നദിയുടെ മാറിൽ ഈ വിടുന്ന നീർക്കുമിളകളിൽ ഓടിയെത്തും. എന്നോട് പിണക്കാണോ? ഓഹോ, നന്ദിനിക്ക് എന്നെ വിശ്വാസമില്ല അല്ലേ? ഇത്ര അടുത്തിടപഴകിയപ്പോ നന്ദിനി എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെന്നാ ഞാൻ കരുതിയത്. ക്ഷമിക്കൂ, തെറ്റെന്റേതാണ്. ഇനി ഒരിക്കലും നന്ദിനി ഞാൻ ഉപദ്രവിക്കില്ല. നന്ദി കിടന്നോളൂ. ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം.
ഇതിലൊക്കെ ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു? എന്തായാലും നമ്മൾ വിവാഹിതരാകാൻ പോയല്ലേ. നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വരണം. ഡിസ്ഗ്രേസ്. കുട്ടികളുടെ ഇടയിൽ ഇതൊരു പാട്ടായി തീർന്നിരിക്കുന്നു. ഇവിടെ തുടർന്നു പോകാൻ ഈ സ്ഥാപനത്തിന്റെ നിയമം അനുവദിക്കുന്നില്ല. നോ, ഇതിലെനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഐ എം ഹെൽപ്ലെസ്. നന്ദിനിക്ക് പോകാം. ഐ ഫീൽ സോറി ഫോർ യു. നീ എപ്പോ വന്നു? ചേച്ചി ജീവിച്ചിരിക്കണമെന്ന് അറിയാൻ വന്നതാ. അച്ഛൻ എങ്ങനെയുണ്ട്? ചേച്ചി എന്താ ഒരെഴുത്ത് പോലും വായിക്കാഞ്ഞത്? സുഖമില്ലാതെ കിടപ്പിലായിരുന്നു ഉണ്ണി. എന്നിട്ടെന്താ അറിയിക്കാഞ്ഞത്? ഇത്ര വേഗം ചേച്ചി ഞങ്ങളെയൊക്കെ മറക്കുമെന്ന് വിചാരിച്ചില്ല. ഞാൻ പോന്നു ചേച്ചി. മോളെ, നിനക്ക് ഞാനൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നമുക്ക് ഈ കണ്ടുവെക്ക് നടന്നോളൂ. എന്താ ഇത്? നന്ദിനി, പ്ലീസ് നന്ദിനി, പ്ലീസ് കരയാതിരിക്കുക. നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടാക്കാം. ഞാനല്ലേ പറയുന്നത്. ഉണ്ണി, ഇതൊക്കെ ഓർത്ത് വിഷമിച്ചിട്ട് എന്താ കാര്യം? ചേച്ചി ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് നീ ഇതൊന്നും അച്ഛനോട് പറയരുത് കേട്ടോ. ഞാൻ പോട്ടെ സാർ. പോയിട്ട് കുറെ നാളായി. അത് വേണു നടന്നുകൂടെ? അറിഞ്ഞിട്ടെന്താ കാര്യം? എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കണ്ടേ? വേണു ഇത്രക്കാരനാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. നിങ്ങൾക്കൊന്ന് സംസാരിച്ചാൽ എന്താ? ഞാൻ സംസാരിച്ച് നോക്കാം. എന്താ ഉണ്ണി, പഠിത്തമൊക്കെ നിർത്തി കൊട്ടാനറിയിരിക്കാന്നോ? അച്ഛൻ തീരെ കിടപ്പില്ല. ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്തു പറ്റി? തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലെ 11-ാം പൂരത്തിന് കൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ തളർന്നു വീണു. ചേച്ചിയുടെ കത്തും പണമൊക്കെ ഉണ്ടല്ലോ അല്ലേ? അതെന്താ നീ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത് വയസ്സുകാലം. ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞില്ലേ നന്ദിനി, അച്ഛന്റെ അമ്മയുടെ സമ്മതം വാങ്ങി വിവാഹം ഉടനെ നടത്താം. വിഷമിക്കാതെ, ഞാനല്ലേ പറയുന്നത്. വേണു, ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിന്റെ പരമാവധിയാണിത്. ഐ നോ നന്ദിനി, ഐ നോ ഇറ്റ്. പ്ലീസ് എന്നെ വിശ്വസിക്കൂ. വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല. പിന്നെ ശരി, നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വിവാഹം നടത്താം.
വേണു എവിടെ? അവൻ സ്ഥലം വിട്ടിരിക്കുന്നു. ബാങ്കിൽ അന്വേഷിച്ചോ? അന്വേഷിച്ചു. 3 മാസത്തെ ലോൺ ലീവാ. എന്നോട് ഇത്രയധികം അടുത്തുപോയത് തെറ്റാണെന്ന് തോന്നുന്നു. അയ്യോ, അതൊന്നുമല്ല. ഞാൻ പുറത്ത് വരാന്തേ കിടക്കാം. നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്താം. എക്സ്ക്യൂസ് മീ, നിങ്ങൾ വേണുവിന്റെ ആരാ? അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരെയും കണ്ടു. വേണു അത്ര നല്ലവനല്ല. എന്റെ ഇന്നത്തെ ജീവിതം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. ബസ് വന്നു, ഞാൻ പോട്ടെ.